രോഗങ്ങൾ പെരുത്ത കാലമാണ്. നല്ല കേൾക്കാൻ രസമുള്ള ഇംഗ്ലീഷ് പേരുകളാണ് ഇപ്പോഴത്തെ രോഗങ്ങൾക്കുള്ളത്. പല ഉസ്താദന്മാരും തങ്ങന്മാരും ആ പേരുകളൊക്കെ ഇങ്ങനെ മനപ്പാടാക്കി വെച്ചിട്ടുണ്ട്. ദുആ ചെയ്യുമ്പോൾ എന്നിട്ട് അതിങ്ങനെ സിപ്പുട്ടയർ ഇങ്ങനെ ഓരോ രോഗങ്ങളിങ്ങനെ പൊട്ടിക്കുക പറഞ്ഞിങ്ങനെ ദ്വാരക്കും. കേൾക്കാൻ നല്ല രസമാണ്. ആഫിയത്തുള്ള ആളാണ് എപ്പോഴും ദുർബലനേക്കാൾ ഉത്തമൻ. അള്ളാഹുലേക്ക് പ്രിയങ്കരനും അവൻ തന്നെയാണ്. അതുകൊണ്ട് ഹദീസ് ഷരീഫിൽ കാണാം, അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദുആയിൽപ്പെട്ടതാണ് ആഫിയത്തിന് വേണ്ടിയുള്ള ദുആ. ആരോഗ്യം തരണേ പഠിച്ചോനെ എന്നുള്ള ദുആ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നിസ്കാരത്തിൽ തന്നെ അല്ലാഹു തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആ ആണ്, റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. എനിക്ക് ആരോഗ്യം തരണമേ. ആ ദുആഇനെ കൊണ്ടുവച്ച സ്ഥാനം നോക്കിയോ, 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലാണ്. ഒരടിമ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാണ്. ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് അടുത്ത സുജൂദിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ വെച്ച് അള്ളാഹുവിനോട് ആഫിയത്ത് ചോദിക്കാനാണ് നിസ്കാരത്തിൽ പഠിപ്പിച്ചത്. അപ്പോൾ ആഫിയത്താണ് ഏറ്റവും വലുത്, ആരോഗ്യം. ഈമാനാകുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്ക് കിട്ടിയ ശേഷം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ പെട്ട ശേഷം നമുക്ക് അല്ലാഹു തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണ്. ജീവിക്കുന്ന കാലം മുഴുവനും സ്വന്തം ആവശ്യങ്ങൾ സ്വന്തം നിലക്ക് നിർവഹിക്കാൻ കഴിയുകയും മറ്റൊരാളും നമുക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് വിഷമിക്കേണ്ടി വരികയും ചെയ്യാതിരിക്കുക. അങ്ങനെ ജീവിക്കുമ്പോഴൊക്കെ സ്വന്തം കാര്യങ്ങൾ സ്വന്തം നിലക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ കൈക്കാലുകൾക്കും കണ്ണുകൾക്കും ചെവികൾക്കും നമ്മുടെ മറ്റെല്ലാ അവയവങ്ങൾക്കും ശക്തിയും സ്വാധീനവും ആരോഗ്യവും ഉണ്ടാവുക എന്നത് വലിയ മഹത്തായ അനുഗ്രഹമാണ്. ആ ആഫിയത്തോടുകൂടെ റബ്ബിന് ഇബാദത്തിൽ ഏർപ്പെടുന്നത് അതിമഹത്തരമായ കാര്യമാണ്. അതിനാൽ എല്ലാവരും ആഫിയത്തിന് വേണ്ടി അള്ളാഹുവിനോട് നന്നായി ദുആ ചെയ്യണം. ആ ദുആ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് ഹദീസ് ഷരീഫിൽ കാണാം. അള്ളാഹു തആല നമുക്ക് നല്ല ആഫിയത്ത് തരട്ടെ. മരിക്കുന്നത് വരെ ആഫിയത്തോടു കൂടെ അള്ളാഹു തആല ജീവിപ്പിക്കട്ടെ.